കൂട്ടുകാരെ, എല്ലാവർക്കും DoOzY സ്വാഗതം. ഓണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഈ പൂക്കളെയല്ലേ. ആ പൂക്കളും കൊണ്ട് തന്നെ നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വേഗം പോയി കണ്ടിട്ട് വന്നാലോ. ഇതാണ് കൂട്ടുകാരെ നമ്മുടെ മെയിൻ താരം ചെമ്പരത്തി. ഈ ചെമ്പരത്തി കൊണ്ട് ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു സ്ക്വാഷ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ചെമ്പരത്തിക്ക് കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലവിധ രോഗങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്താൻ സാധിക്കും. ചെമ്പരത്തി ഒരു 5-6 എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗർ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ സൈസിലുള്ള നാരങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് കസ്കസ്. ഇത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രം മാറ്റിയെടുക്കാം. അതിൻ്റെ ബാക്കി സാധനങ്ങൾ നമ്മൾക്ക് ആവശ്യമില്ല. വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചെമ്പരത്തിയുടെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. ഒന്നിടുമ്പോൾ തന്നെ എൻ്റെ കളർ ചെമ്പരത്തിയുടെ കളർ വെള്ളത്തിലേക്ക് വരും കൂട്ടുകാരെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ കൂട്ടുകാരെ, എന്ത് പെട്ടെന്നാണ് ആ ചെമ്പരത്തിയുടെ കളർ ആ വെള്ളത്തിലേക്ക് വന്നേന്ന്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വാടിയ ചെമ്പരത്തിയുടെ ഇതളുകൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് കുതിർത്ത് വെച്ച കസ്കസ്. ഇനി ഇതും കൂടെ എടുക്കാം. കാണാൻ മാത്രമല്ല കൂട്ടുകാരെ, നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കൂട്ടുകാരെ. ഇവിടെ 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങയുടെ പകുതി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടുകാരെ. ഇവിടെ നാരങ്ങ ചേർക്കുമ്പോഴാണ് കൂട്ടുകാരെ ഒരു മാജിക് നടക്കുന്നത്. നമ്മുടെ വയലറ്റ് കളറിലിരുന്ന സ്ക്വാഷ് പെട്ടെന്ന് നമ്മുടെ ഒറിജിനൽ ചെമ്പരത്തിയുടെ കളറിൽ വരുന്നത് കണ്ടോടെ കൂട്ടുകാരെ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാൻ കൂട്ടുകാരെ. നമ്മുടെ അടിപൊളി സ്ക്വാഷ് ഇവിടെ റെഡി. നമുക്ക് സെർവ് ചെയ്യാം കൂട്ടുകാരെ. പിന്നെ കസ്കസ് 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണേ കൂട്ടുകാരെ. ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു കളറും ചേർത്തിട്ടില്ല കൂട്ടുകാരെ. ഇത് ഒറിജിനൽ ചെമ്പരത്തിയുടെ കളർ തന്നെയാണ്. ഈ ഓണത്തിന് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണ് ഇത്. വലിയ ചിലവില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്.
ചെലവിൽ മാത്രമല്ല കൂട്ടുകാരെ, ടേസ്റ്റിലും ഇത് സൂപ്പറാണ്. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ചെമ്പരത്തിയും കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. വളരെ ഹെൽത്തി ആണ്.